നമ്മളിന്ന് വാശാപുട ഭാഗം ഉണ്ടാക്കാൻ പോവാണ്. ആടലോടകത്തുനിന്ന് നീരെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആടലോടകത്തുനിന്ന് നീരെടുക്കുമ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ആടലോടകത്തുനിന്ന് ഒരിക്കലും നീര് കിട്ടൂല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ആടലോടകം നമ്മൾ വാട്ടിപ്പിഴിഞ്ഞ് നീര് കൊടുത്താൽ ചുമയ്ക്ക്, ജലദോഷത്തിന്, ശ്വാസം മുട്ടലിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു. പക്ഷേ ആടലോടകത്തിൽ നിന്ന് എങ്ങനെ നീരെടുക്കും എന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അങ്ങനെ നീര് കിട്ടാത്ത കുറേ മരുന്നുകളുണ്ട്. അതിലൊന്നാണ് ആടലോടകം. അപ്പോൾ ആടലോടകത്തിൽ നിന്ന് നീരെടുക്കാൻ പ്രത്യേക മെത്തേഡുണ്ട്. അതാണ് പുടഭാഗവിധി. പുടഭാഗവിധിയെ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഈ ആടലോടകം ഇങ്ങനെ അരച്ച് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? വടപത്രം അല്ലെങ്കിൽ പ്ലാശ് മരത്തിൻ്റെ ഇല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മളിത് കെട്ടി വെക്കണം. കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ മണ്ണ് കൊണ്ട് പൊതിഞ്ഞ് ഉണക്കി തീയിലിട്ട് ചുട്ടെടുക്കണം. അങ്ങനെ കിട്ടുന്നതിൽ മാത്രമേ നമുക്ക് ആടലോടകത്തിൽ നിന്ന് നീര് കിട്ടുള്ളൂ. അപ്പോൾ ആ മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരുവിധം ആയിക്കഴിഞ്ഞു, ഉരുട്ടാൻ പാകത്തിനായി. അപ്പോൾ ഇത് ഇന്ന് എൻ്റെ ഒരു പേഷ്യൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആയുർവേദം കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വൈദ്യരത്നം, ഔഷധി, കോട്ടക്കൽ ഇതുപോലുള്ള ഏതെങ്കിലും ഏജൻസി എടുത്ത് നമ്മളിരിക്കും. അപ്പോൾ നമ്മൾ PMS പഠിക്കുന്ന സമയത്ത് ഒരു കൊല്ലം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ സ്വന്തമായി മരുന്നുണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് വേറെ കിട്ടും. അപ്പോൾ നമ്മൾ അരവ് പൂർത്തീകരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് മുഴുവൻ വാരി ഉരുട്ടിയെടുക്കണം. ഉരുളിയാക്കി ഇതുപോലെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മരുന്ന് നമ്മളിതാ ഇങ്ങനെ ഉരുട്ടി വാഴയിലയിൽ വെച്ച്, വാഴയിലല്ല ശരിക്കും ഉപയോഗിക്കേണ്ടത്, വടപത്രമോ അല്ലെങ്കിൽ പ്ലാശിൻ്റെ ഇലയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാഴയിലയിൽ ഇങ്ങനെ കെട്ടി ഭദ്രമാക്കി വെക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ആടലോടകത്തിൻ്റെ ആ കൽക്കം നമ്മൾ മണ്ണ് കൊണ്ട് പൊതിഞ്ഞ് നല്ല വെയിലത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം ബാക്കി കാണാം. ഇതിപ്പോൾ നല്ല റെഡ് ഹോട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാകം കിട്ടി. നമുക്കപ്പോൾ ഇത് എടുത്ത് ഒന്ന് തണിയാൻ വേണ്ടി വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ആടലോടകത്തിൻ്റെ നീര് കിട്ടി. ഇത്രയും നീര് വെറുതെ ഇരുന്ന് വാട്ടിപ്പിഴിഞ്ഞാൽ കിട്ടൂല. നമ്മളെടുത്ത ക്വാണ്ടിറ്റി തന്നെ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അക്കണക്കിന് നമ്മൾ പ്രതീക്ഷിച്ചിലധികം നമുക്ക് നീര് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഡോസ് എന്ന് പറഞ്ഞാൽ പുടഭാഗത്തിൻ്റെ ഡോസ് ഒരു ഫലമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പുട്ടുകൾ പലതരം എന്നാണ് ഓർമ്മ വെച്ചത്. അപ്പോൾ പുടഭാഗം പുട്ട് പലതരം ഒരു ഫലം. അപ്പോൾ ഒരു ഫലം എന്ന് പറഞ്ഞാൽ 48 ml വരെ നമുക്കിത് കഴിക്കാം. കുട്ടികൾക്ക് ജലദോഷം, ചുമ, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗോപി ചന്ദനാദി ചേർത്ത് 2 നേരം 3 നേരമൊക്കെ ആയിട്ട് ഇടക്കിടക്ക് തൊട്ട് നാവിൽ വെച്ച് കൊടുത്താൽ അവരുടെ ചുമയും പനിയും ശ്വാസം മുട്ടലും ഒക്കെ പെട്ടെന്ന് ഗുണം കിട്ടും, എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഓക്കെ.